മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ കൗൺസിൽ മീറ്റ് നടക്കുമ്പോൾ ആ കൗൺസിലർമാർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മാർച്ച് വളരെ പരമായി കലക്ടറേറ്റിലേക്ക് നടത്തണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ആ കൗൺസിൽ മീറ്റിന് വന്ന ആളുകളും അതോടൊപ്പം ആവേശവും നിർപ്പിച്ചിരുന്ന ഏതാനും എസ്കെഎസ്എഫിന്റെ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മളിതൊരു ബഹുജന മാർച്ചാക്കി പ്രഖ്യാപിച്ചാൽ ഇവിടെ നിൽക്കുന്ന നിയമപാലകരെ കൊണ്ടൊന്നും ഞങ്ങളെ തടുത്തു നിർത്താൻ കഴിയില്ല എന്ന മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘവും സമസ്ത ലീഗൽ സെൽ സംസ്ഥാന സമിതിയും സംയുക്തമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ഗൌരവകരമായ ചില വിഷയങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പരസ്യമായ ഇടപെടൽ നടത്തിയാലേ കാര്യം നടക്കൂ എന്ന സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതേസമയം പെട്ടെന്നുള്ള മാർച്ചായതുകൊണ്ട് നമുക്ക് ജനപങ്കാളിത്തം ഇല്ലാതെ പോകരുത്. പ്രത്യേകിച്ചും കാന്തപുരം വിഭാഗം നേരത്തെ പ്ലാൻ ചെയ്ത് നാളെ രാവിലെ തന്നെ മഞ്ചേരി വഖഫ് സബ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അവരെന്തായാലും നമ്മൾ എല്ലാ ആളുകളും തട്ടിക്കൂട്ടിയുള്ള മഹാമാർച്ചായിരിക്കും. അപ്പൊ നമ്മുടെ മാർച്ചിന് ഒട്ടും കമ്മി വരാൻ പാടില്ല. നാളെ ജില്ലാ സുന്നി യുവജനത്തിന്റെ കൗൺസിലുണ്ട്. അതിലാളുകളുണ്ടാവും. കൗൺസിൽ 10 മണിക്ക് തുടങ്ങുന്നു, 11-11:30 തീരും. 11:30-12 മണിക്ക് നമുക്ക് സുന്നി മഹലിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് ആരംഭിക്കണം. ഓരോ പഞ്ചായത്തിലും നമ്മുടെ പ്രവർത്തകന്മാരെ എത്തിക്കാൻ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാർ, എസ്വൈഎസിന്റെ പ്രവർത്തകന്മാർ, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകന്മാർ എല്ലാവരും പ്രത്യേകം നിർദ്ദേശമോ അറിയിപ്പോ ലഭിക്കാതെ സ്വയം മുൻകൈയെടുത്ത് നാളെ നടത്തുന്ന മാർച്ച് നിർണായകമായതുകൊണ്ട് പള്ളിക്കൽ ബസാർ പള്ളി നമുക്ക് തിരിച്ചു കിട്ടിയേ തീരും. അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമരം ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ നല്ല ജനപങ്കാളിത്തം വേണം. ഒരു പ്രവാഹമാക്കി മാറ്റാൻ എല്ലാവരും ഓരോരുത്തരും കഴിയുന്നത് പരമാവധി ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇത് പരമാവധി